ഗുഡ് ആഫ്റ്റർനൂൺ. 24 എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം EP വിവാദത്തിൽ CPIക്ക് അതൃപ്തി. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പ് ദിവസത്തെ EPയുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നാണ് CPIയുടെ നിലപാട്. LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരുന്നതിലും എതിർപ്പുണ്ട്. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. EP ജയരാജൻ വിവാദത്തിൽ പ്രതികരിക്കാതെ MV ഗോവിന്ദൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. ഒന്നുമില്ല മുഖ്യമന്ത്രിയെ പാർട്ടിയെ ഉദ്ദേശിച്ചാണ് കൂടിക്കാഴ്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഷഫീദ് റാവുത്തറാണ്. ഷഫീദ്, ഒരു വശത്ത് CPIയുടെ കടുത്ത അതൃപ്തി, മറുവശത്ത് കൃത്യമായ ഒരു ഉത്തരം പറയാനാകാതെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. മുന്നണി ബന്ധത്തിൽ ഇത് ഏത് തരത്തിലാണ് മുന്നണി ബന്ധത്തെ ബാധിക്കുന്നത്? അതേപോലെ തന്നെ നാളത്തെ യോഗത്തിൽ ഏത് രീതിയിലായിരിക്കും ഇത് കൈകാര്യം ചെയ്യപ്പെടുക? ക്രിസ്ത്യന, EP ജയരാജൻ വിഷയം CPIMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ലെന്നാണ് CPIയുടെ ഇക്കാര്യത്തിലെ നിലപാട്. ഇടതുമുന്നണി കൺവീനർ കൂടിയാണ് EP ജയരാജൻ. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് തുറന്നു സമ്മതിക്കുകയും ചെയ്തതോടെ ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നുള്ളതാണ് CPIയുടെ ഇക്കാര്യത്തിലെ അഭിപ്രായം. കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പോകുന്നത് പ്രചരണമാക്കുന്നതിനിടയിൽ ഇടതുമുന്നണി കൺവീനർ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ നേതാക്കളുമായി ചർച്ച നടത്തിയത് ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പോളിംഗ് ദിവസം EP കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് രാഷ്ട്രീയ പക്വതയില്ലാത്ത നിലപാടായി. തെരഞ്ഞെടുപ്പ് ദിവസം മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കി EP ജയരാജൻ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് അതൃപ്തിയുണ്ട്. എന്നാൽ CPIMനോട് CPI ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അടുത്ത മുന്നണി യോഗത്തിൽ ഇതടക്കമുള്ള CPIയുടെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല EPക്കെതിരായ ഉചിതമായ നടപടി CPIM എടുക്കും എന്ന വിശ്വാസത്തിലാണ് CPI ഇപ്പോൾ ഉള്ളത്. നടപടി എടുത്തില്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് EPയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകുന്നതടക്കം CPIയുടെ ആലോചനയിലുണ്ട്. ഷഫീദ്, അതുപോലെ തന്നെ ഒരു സാധാരണക്കാരന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില വാദഗതികളുമായി ആണല്ലോ വളരെ നിർണായകമായ പോളിംഗ് ദിവസം തന്നെ EP ജയരാജൻ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്ര വ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു പരാമർശം, ആ പരാമർശത്തിൽ EPക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിക്കായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്? ഇക്കാര്യത്തിൽ എന്ത് നടപടിയിലേക്ക് കടക്കണമെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ആവശ്യമാണ്. പക്ഷേ സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായവും നിലപാടും എടുക്കുക എന്നുള്ളതാണ് നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലൂടെ CPIM ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ദിവസം 20 മണ്ഡലങ്ങളിലും സ്വാധീനിക്കപ്പെടാവുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് അത് EPയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അക്കാര്യത്തിൽ പാർട്ടിയിലെ ഒരു ഭൂരിഭാഗം വിഭാഗത്തിനും EP ചെയ്തത് ശരിയായില്ല എന്ന നിലപാടാണുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ EPക്കെതിരെ ഇപ്പോൾ ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ വരും കാല തെരഞ്ഞെടുപ്പുകളിൽ അതെങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുള്ള ഒരു ന്യൂനപക്ഷം കൂടി. ഇതിലേക്ക് തിരികെ എത്താൻ ഇപ്പോൾ നമ്മോടൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചേരുകയാണ്. ബിനോയ് വിശ്വം, ഇപ്പോൾ CPIയുടെ ഒരു നിലപാട് പ്രകടമായി പുറത്തു വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ആവശ്യമായിരിക്കും ഉന്നയിക്കുക നാളെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ? ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ആ സംഭവം പുറത്തു വന്ന അന്ന് തന്നെ പൊതുജനമാരാഞ്ഞ് വന്ന് കണ്ടവരോട് CPIക്ക് പറയേണ്ട കാര്യം അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു കഴിച്ചു. ഒരു പുതിയ കാര്യം പറയാനില്ല. ചുരുക്കത്തിൽ ഇതാണ്, ഇന്നത്തെ ഈ കാലത്ത് ചീത്തപ്പണം വൻതോതിൽ എല്ലാ രംഗത്തും പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലും അതിന്റെ കണിയൊതുക്കി എല്ലാവരെയും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തെപ്പറ്റി ജാഗ്രത പാലിക്കാൻ കടപ്പെട്ടവരാണ് ഇടതുപക്ഷക്കാർ. എല്ലാവർക്കും കടപ്പാടുണ്ട്, പക്ഷെ ജാഗ്രത പാലിക്കാൻ ഏറെ ബാധ്യതയുള്ളത് ഇടതുപക്ഷക്കാർക്കാണ്. ഇടതുപക്ഷമാണ് സമൂഹത്തിന്റെ നേരിന്റെ പക്ഷം, നേരെയാക്കാൻ നിൽക്കുന്ന പക്ഷം. അതുകൊണ്ട് തന്നെ ഈ പക്ഷത്തിന് ആ ബാധ്യത കൂടുതലാണ്. ആ ജാഗ്രത കൈവിട്ടുപോയാൽ ക്രമേണ ഇടതുപക്ഷം പേര് മാത്രമേ ഇടതുപക്ഷം ഉണ്ടാകും, ഉള്ളടക്കത്തിൽ അത് എന്തോ ഒന്നായി മാറിപ്പോകും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി എന്റെ പാർട്ടി അടക്കം CPI അടക്കം എല്ലാ ഇടതുപക്ഷ കക്ഷികൾക്കും ബാധ്യതയുണ്ട്. കൊണ്ട് പറഞ്ഞത് ഇപ്പോൾ അതേ പറയാനുള്ളൂ. ഈ പോളിംഗ് ദിവസത്തിൽ തന്നെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ വന്ന ഒരു വിശദീകരണം, അത് എത്രത്തോളം LDF എന്ന് പറയുന്ന കൂട്ടായ്മയെ ബാധിക്കും തെരഞ്ഞെടുപ്പിൽ എന്നതിനെക്കുറിച്ച് ഉള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു നടപടി എടുക്കണം എന്നാണ് CPIയുടെ ഒരു ആവശ്യം? അതിന് കളങ്കമോ നിഷ്കളങ്കതയോ ഒന്നും പറയാൻ CPI തയ്യാറല്ല. അതൊക്കെ നമുക്ക് കാത്തിലൂടെ കാണാം.
ഒന്ന്, CPIM-നെ പോലത്തെ പാർട്ടിയെ പറ്റി CPIക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത്തരത്തിൽ വിഷയം വന്നാൽ അത് കൈകാര്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനുമുള്ള കെൽപ്പുള്ള പക്വതയുള്ള പാർട്ടിയാണ് CPIM. CPIക്ക് ബോധ്യമുണ്ട്. ആ CPIM-നെ നടപടി കാണിക്കേണ്ട പാർട്ടിയായിട്ട് ഞങ്ങളെ കാണുന്നില്ല. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയേണ്ട ഗതിയിൽ ഉചിതമായി പറയും, ഉചിതമായ സമയത്ത് പറയും. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം വരുന്ന ഒരു വിവാദം അന്ന് പറയാതെ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ വരുന്നു. ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പറച്ചിൽ ഉണ്ടാകാമായിരുന്നല്ലോ. അപ്പൊ ഈ പോളിംഗ് ദിവസത്തിൽ വരുന്ന ആ ഒരു വിശദീകരണം അതിനെ എങ്ങനെയാണ് CPI കാണുന്നത്? രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാം ഒരു രാഷ്ട്രീയ ജാഗ്രത വേണം. അത് ഇടതുപക്ഷക്കാർക്ക് ആ ജാഗ്രത തീർച്ചയായിട്ടും കൂടുതൽ വേണം. അപ്പൊ ഏത് കാര്യം എപ്പോൾ പറയണം, എങ്ങനെ പറയണം, അതിനെ പറ്റിയൊക്കെ അറിവാണല്ലോ രാഷ്ട്രീയ ബോധം. അതിന്റെ പേരാണ് രാഷ്ട്രീയ ബോധം. രാഷ്ട്രീയ ബോധം കാണിക്കാൻ കഴിയേണ്ടതാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പ്രത്യേകിച്ചു. ശരി, വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം പ്രതികരിച്ചതിന്. CPIM-ൽ തന്നെ തുടരുമെന്ന് ആവർത്തിച്ച ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് ഭീഷണിയില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി ഇപ്പോഴും തനിക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നും S. രാജേന്ദ്രൻ ആരോപിച്ചു. EP ജയരാജനും ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിയില്ലെന്നും S. രാജേന്ദ്രൻ 24-നോട് പറഞ്ഞു. പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയ സമയത്ത് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് വല്ല ക്ഷണിച്ചിരുന്നു? അത് സ്വയമായിട്ടും ക്ഷണിക്കുമല്ലോ, ആരാണേലും ക്ഷണിക്കും. നിലവിൽ അത്തരം ചർച്ചകളോ കാര്യങ്ങളോ ഇല്ല BJP-യിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചനകൾ? ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നിലപാടുകളിലൊന്നും മാറ്റം വന്നിട്ടില്ലെന്ന്. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അല്ലെങ്കിൽ അവരുമായി അടുപ്പമുള്ള കാര്യം താങ്കൾക്കറിയാം? ഇതിലെല്ലാം ഞാൻ മറുപടി പറയാൻ എന്താ പറയുക? അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമായിരുന്നു? എങ്ങനെ അറിയാമെന്ന് ഈ പറയണേ? ഒരു യാദൃശ്യമായി ഇപ്പം നിങ്ങളെല്ലാം രാവിലെ വന്നത് ഞാൻ വല്ല അറിഞ്ഞിട്ടാണോ? യാദൃശ്യമായി നടക്കുന്ന കാര്യങ്ങൾ ഇത് എന്നെ നേരത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? സംസ്ഥാനത്ത് അസാധാരണമായ ചൂട് ഈ ആഴ്ച കൂടി തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പാലക്കാട് ഉഷ്ണതരംഗം തുടരും. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലെ താപനില ഉയർന്ന നിലയിൽ തന്നെ തുടരും. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സെ, അസാധാരണമായ ചൂട് അത് സംസ്ഥാന വ്യാപകമായി തുടരുന്നു. പാലക്കാട് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ ചൂട് ഉയരുകയാണ്. വേനൽ മഴ 1-2 ദിവസം ലഭിച്ചെങ്കിലും അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായില്ല എന്നാണ് കാണുന്നത്. ഈ വേനൽ മഴ ഇനി ഉണ്ടാകുമോ? ഈ തരത്തിലുള്ള എന്ത് മുന്നറിയിപ്പാണ് ഈ ഉഷ്ണതരംഗ സാധ്യതയൊക്കെ വരുമ്പോൾ എന്ത് ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? കൃത്യത സംസ്ഥാനത്ത് അസാധാരണമായ ചൂട് ഈ ആഴ്ച കൂടി തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതായത് മെയ് ആദ്യ വാരമോ മെയ് രണ്ടാം വാരം വരെയോ ഈ ചൂട് ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ്. സാധ്യതാ മുന്നറിയിപ്പ് മാത്രമല്ല, ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നു. കൊല്ലം, തൃശൂർ ജില്ലകളിൽ കൂടി ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. കൊല്ലത്തും തൃശ്ശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇത് ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന കണക്ക് മാത്രമാണ്. പക്ഷേ ഈ മേഖലകളിൽ തന്നെയുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ 43 ഡിഗ്രി സെൽഷ്യസും 44 ഡിഗ്രി സെൽഷ്യസും ഒക്കെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. കർശനമായ ജാഗ്രത വേണം. കാരണം ഈ ഉഷ്ണതരംഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ്. സൂര്യാഘാതം, സൂര്യതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും, നിർജ്ജലീകരണത്തിന് കാരണമാകും. അതുമൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കടന്നേക്കും. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികൾ, പ്രായമായവർ, രോഗികളൊക്കെ ഈ സമയത്ത് കർശനമായ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്. ഈ 3 ജില്ലകൾക്ക് പുറമെ മറ്റ് 9 ജില്ലകളിൽ കൂടി താപനില ഉയരാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും 38, 36 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂട് കൂടുമെന്നാണ് ആ ജില്ലകളിലുള്ള നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. വേനൽ മഴയിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇടിമിന്നലോടുകൂടി വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. അത് ശക്തമായ മഴയല്ല, ഇടത്തരം മഴയ്ക്കാണ് സാധ്യത. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. കാറ്റും അതുപോലെ ഇടിമിന്നലോടും കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത. ഇടിമിന്നൽ ഏറ്റുകൊണ്ടുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പൊതുജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ക്രിസ്റ്റീന. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കടുത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട് ജില്ലയിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഒരാഴ്ചയിലധികമായി ജില്ലയിൽ 41 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. പാലക്കാട് ഉഷ്ണതരംഗം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ
ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിട്ടുള്ളത്. DMO അടക്കം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരമാവധി പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കാരണം തുടർച്ചയായ ദിവസങ്ങളിൽ 41 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്ടെ ചൂട്. ഇപ്പോൾ ഈ 11 മണിക്ക് ശേഷം 3 മണിവരെ ജോലി ചെയ്യുന്ന ആളുകളാണ് പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. പക്ഷേ രാവിലെ തന്നെ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ, പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ വളരെ പെട്ടെന്ന് വിയർക്കുന്നൊരു സാഹചര്യം അതാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇന്ന് വരെയാണ് 28 വരെയാണ് നിലനിൽക്കുന്നതെങ്കിലും അതൊരു പക്ഷേ നീട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ 2016-ലും 2019-ലും ഒരു പക്ഷേ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നിലനിന്നിരുന്നെങ്കിലും അത് സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതോടുകൂടി ജില്ല വലിയ ആശങ്കയിലായിരിക്കുകയാണ്. നമുക്ക് അറിയാം, കർഷകരൊക്കെ ഒരുപാടുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവർ തുറസായ ഇടങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലുമാണ്. 2 പേർ ജില്ലയിൽ ഒരാഴ്ചക്കിടെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം DMOയും ഒക്കെ നൽകിയത്. എന്തായാലും ഇനി അല്പ ദിവസം കൂടി സമാനമായിട്ടുള്ള സാഹചര്യം, ഒരു വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ ഈ ചൂട് ഇതേപോലെ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ആളുകൾ പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് പനമരത്ത് ഷോക്കേറ്റ് ചരിഞ്ഞ കാട്ടാനയെ ക്രെയിൻ എത്തിച്ചു നീക്കി അമ്മാനി വനമേഖലയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം, മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, ഈ അമ്മാനിയിലെ പാതിരി വനമേഖലയിലേക്കാണ് ഈ കാട്ടാനയുടെ ജഡം കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ വെച്ച് 2 വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കും. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അമ്മാനി പ്രദേശത്തെ ജയരാജ് എന്ന ആളുടെ തോട്ടത്തിലാണ് കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു കാട്ടാന ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, വീട്ടിൽ ഒരു രോഗികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതിയാൽ പ്രവർത്തിക്കുന്ന യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന ചികിത്സാ ഉപകരണങ്ങളുണ്ട് വീട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർ ഉടൻ തന്നെ കറണ്ട് പോയപ്പോൾ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. അന്വേഷണം നടത്തിയപ്പോഴാണ് തൊട്ടു താഴെ, അതായത് ഈ വീടിന്റെ ഏതാണ്ട് 10 മീറ്റർ മാത്രം താഴെ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. താഴെ ഇങ്ങനെ കാട്ടാന മുട്ടുകുത്തി നിൽക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ആന ഇങ്ങനെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം തന്നെ സ്ഥലത്തെത്തി ആനയെ വടം ഉപയോഗിച്ചുകൊണ്ട് ലോറിയിലേക്ക് കയറ്റിയ ശേഷം ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണ്. ഇവിടെ നിരന്തരം ഈ കാട്ടാനയെ കണ്ട ആളുകളുണ്ട്. ആളുകളെല്ലാം തന്നെ അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. നിരന്തരം ഈ കൃഷിയെല്ലാം തന്നെ ബാധിക്കുന്ന വിധത്തിൽ കാട്ടാന ശല്യമുള്ള ഈ പ്രദേശമാണ് ഈ അമ്മാനി എന്ന് പറയുന്നത്. സ്ഥിരം വാർത്തകളിൽ നിറയുന്ന ഒരു പ്രദേശമാണ്. കാട്ടാന ശല്യം കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സുർജിത്ത് അയ്യപ്പത്താണ്. തൃശൂർ പാലപ്പിള്ളിയിൽ പുലി ഇറങ്ങി. ഇന്നലെ രാത്രിയാണ് പാലപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെത്തിയത്. പുലി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്. സൂരജ്, ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലൂടെ പുലി റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഏത് തരത്തിലുള്ള നടപടി ഇതിലുണ്ടാകുമെന്ന് കരുതുന്നു? ക്രിസ്റ്റീന, ഇന്നലെ പകലും ഈ പാലാപ്പള്ളി മേഖലയിൽ പുലിയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ഈ പ്രദേശവാസികൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. രാവിലെ ഈ പാലാപ്പള്ളിയിൽ തന്നെയുള്ള പ്രദേശത്ത്, അതായത് ചക്കിപ്പറമ്പിൽ ഒരു പശുവിനെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഈ പുലിയാണ് ഇറങ്ങിയതെന്ന തരത്തിൽ വലിയ പരിഭ്രാന്തി പരത്തുന്ന തരത്തിൽ ഈ വാർത്തകൾ പരന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രി ഈ മേഖലയിൽ തന്നെ പുലി റോഡ് മുറിച്ചു കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതുവഴി വന്ന ഒരു യുവാവ് പുലി റോഡ് മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ സമയത്ത് ഈ റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് പുലി നിൽക്കുകയായിരുന്നു. വാഹനം വരുന്നത് കണ്ട് പുലി റോഡ് മുറിച്ചു കടന്ന് ഈ വനമേഖലയിൽ കൂടിക്കയറുകയായിരുന്നു എന്നുള്ളതാണ് യുവാവുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. നിരന്തരം ഈ പാലാപ്പള്ളി മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവായിരിക്കുകയാണെന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പശുവിനെയും അതുപോലെ തന്നെ ഈ ആട്ടിൻകുട്ടികളെയും എല്ലാം ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പരിഭ്രാന്തിയിലാണ് പ്രദേശവാസികൾ ഉള്ളത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ്. ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ്.
ഹയർ സെക്കൻഡറിക്ക് നൽകുന്ന ഇരട്ട ആനുകൂല്യം നിർത്തലാക്കി വിശദാംശങ്ങളുമായി വി എ ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, മുൻപ് തന്നെ ഈ ഗ്രേസ് മാർക്ക് ഇരട്ട ആനുകൂല്യം നേടുന്ന ചിലരുണ്ട് എന്ന തരത്തിലുള്ള പരാതികളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം വരുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, ഗ്രേസ് മാർക്കിൽ സ്കൂൾ തലത്തിൽ നൽകുന്ന ഗ്രേസ് മാർക്കിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മാനദണ്ഡത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഹയർ സെക്കൻഡറിക്ക് നൽകുന്ന ഇരട്ട ആനുകൂല്യമാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഗ്രേസ് മാർക്കും ബോണസ് മാർക്കും ഒന്നിച്ചു നൽകേണ്ടതില്ലെന്ന സുപ്രധാനമായ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നു. നേരത്തെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ വിജയിച്ച് A+ കിട്ടുകയാണെങ്കിൽ, A ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് 20 മാർക്ക് ഗ്രേസ് മാർക്ക് നൽകാറുണ്ട്. ഇതിനുശേഷം +1 പ്രവേശനത്തിന് ബോണസ് മാർക്ക് കൂടി നൽകുന്ന ഒരു പതിവുണ്ട്. ഇത് അക്കാദമിക് രംഗത്ത് മുൻപന്തിയിലുള്ള കുട്ടികൾ പിന്തള്ളപ്പെടുന്നതിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇത് പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ബോണസ് മാർക്ക് ഇനി നൽകേണ്ടതില്ല, ഗ്രേസ് മാർക്ക് നൽകുന്നത് തുടർന്നാൽ മതി എന്ന ഒരു സുപ്രധാനമായ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വി എ ഗിരീഷാണ്. ജമ്മുകാശ്മീരിൽ സൈനികർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. ഉദ്ധംപൂർ കത്വ മേഖലയിലാണ് ആക്രമണം. 4 ഭീകരർക്ക് വെടിയേറ്റതായി സൂചനയുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ.കെ., വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസത്തേതിന് തുടർച്ചയായിട്ടുള്ള തിരച്ചിലാണ് ഈ സോപൂർ അടക്കമുള്ള മേഖലകളിൽ നടന്നു വന്നത്. അതിനിടെയാണ് ഭീകരർ സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയും സൈനികർ നിന്നിരുന്ന മേഖലകൾക്ക് നേരെയും ഇന്നലെ രാത്രിയോടുകൂടി ആക്രമണം അഴിച്ചുവിട്ടത്. സൈനികർക്ക് നേരെ വെടിയുതിർക്കാനായിരുന്നു ശ്രമം. ഏതായാലും വളരെ ശക്തമായിട്ട് തിരിച്ചടി നൽകാനായിട്ട് സംയുക്ത സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ മേഖലയിൽ CRPF ആണ് കാവൽ നിൽക്കുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളുടെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന് തുടർച്ചയെന്നോണം സംയുക്ത സേന എന്ന രീതിയിലാണ് ഈ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നത്. അതായത് പ്രാദേശികമായിട്ടുള്ള ജമ്മുകാശ്മീർ പോലീസിന്റെ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൈന്യവും CRPF-ഉം ആ മേഖലകളിലേക്ക് പോകുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട മേധാവിത്വം ലഭിക്കുന്നത് ഈ ജമ്മുകാശ്മീർ പോലീസിലെ ആളുകൾക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഈ ഭീകരരുള്ള മേഖലകളിലേക്ക് എത്താനായി വേഗത്തിൽ സാധിക്കുന്നു. അങ്ങനെ നടത്തുന്ന തിരച്ചിലാണ് ഇപ്പോൾ ഫലം കാണുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 4 ഭീകരർക്ക് വെടിയേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വെടിയേറ്റ ഭീകരർ സൈന്യം വളഞ്ഞിരിക്കുന്ന മേഖലയ്ക്ക് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് കരുതാൻ സാധിക്കുമെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും തിരച്ചിൽ നടക്കുകയാണ്. കൂടുതൽ സൈനികർ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഭീകരർ കൂടുതലുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സംയുക്ത സേനാംഗങ്ങളെ കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന, വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ്. പശ്ചിമബംഗാളിൽ BJP വനിതാ നേതാവിനെതിരെ ആക്രമണം. സരസ്വതി സർക്കാരിനാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് BJP ആരോപിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, ഈ BJP തൃണമൂൽ കോൺഗ്രസ് പ്രത്യാരോപണങ്ങൾ, വാക്കുതർക്കങ്ങൾ, സംഘർഷങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ക്രിസ്റ്റീന, കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ബംഗാളിൽ BJP-യും തൃണമൂൽ കോൺഗ്രസ് അത് തെരുവിൽ തന്നെ പലപ്പോഴും സംഘർഷം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സൗത്ത് കൊൽക്കത്ത കസബ മണ്ഡൽ പ്രസിഡന്റ് സരസ്വതി സർക്കാരിനാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. TMC-യുടെ ഭാഗത്തുനിന്നുണ്ടായ TMC ഗുണ്ടകൾ തന്നെ ആക്രമിച്ചെന്നാണ് ഇപ്പോൾ സരസ്വതി സർക്കാർ ആരോപിക്കുന്നത്. BJP-യും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ പ്രചരണമായി രംഗത്തുണ്ട്. നേരത്തെ തന്നെ ബംഗാളിലെ ക്രമസമാധാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയാക്കി തന്നെ BJP മുന്നോട്ട് പോകുന്നതിനിടെയാണ് വനിതകൾക്ക് സംസ്ഥാനത്ത് യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ BJP-യുടെ വനിതാ നേതാവ് തന്നെ പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. നിലവിൽ ഇപ്പോൾ പോലീസിലടക്കം BJP പരാതി നൽകിയിട്ടുണ്ട്. സരസ്വതി സർക്കാരിന് തലയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രചരണം മുന്നോട്ട് പോകുന്നു. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സരസ്വതി സർക്കാരിന് പരിക്കേറ്റിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്. തൃശൂരിൽ പൂരത്തിനിടെ ആനകൾ വിരണ്ടോടി. എടക്കളത്തൂർ ശിവദുർഗാ ക്ഷേത്രത്തിലാണ് സംഭവം. വടക്കുനാഥൻ ശിവൻ, തിരൂർ ശ്രീകുട്ടൻ എന്നീ ആനകളാണ് ഇടഞ്ഞോടിയത്. 2 ആനകളെയും തളച്ചു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കുറച്ചു സമയത്തേക്കെങ്കിലും അത്യാവശ്യം പരിഭ്രാന്തിയൊക്കെ ഉണ്ടാക്കി. എന്തായാലും ആനകളെ തളയ്ക്കാനായി എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ.
കൃഷ്ണ ഏറെ നേരം പരിഭ്രാന്തി നടത്തിയ ആനകളെ പിന്നീട് ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തളയ്ക്കാനായത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ എടക്കളത്തൂർ ശിവദുർഗ ക്ഷേത്രത്തിലെ പൂരത്തിനിടയിൽ ആനകൾ ഇടഞ്ഞോടുന്ന സംഭവം ഉണ്ടായത്. എഴുന്നള്ളിപ്പിന് ശേഷം ഈ കോലം അഴിച്ചു വെക്കുന്ന സമയത്താണ് ആനകൾ ഇടഞ്ഞോടുന്നത്. ആദ്യം ഒരാന ഇടഞ്ഞോടുകയായിരുന്നു, തൊട്ടു പിന്നാലെ തൊട്ടടുത്ത് നിന്ന ആനയും ഇതോടുകൂടി പരിഭ്രാന്തിപ്പെട്ട് ഓടുകയായിരുന്നു. എന്തായാലും 2 ആനകളാണ് ഇത്തരത്തിൽ വിരണ്ടോടിയതെന്നുള്ളതാണ് പറയുന്നത്. വടക്ക് ശിവൻ, അതുപോലെ തന്നെ മലപ്പുറം തിരൂർ ശ്രീകുട്ടൻ എന്നീ ആനകൾ ആണ് ഇടഞ്ഞോടിയത്. പക്ഷേ ഇതിൽ ആദ്യം ഓടിയ ശ്രീകുട്ടനെ എന്ന ആനയെ അധികം വൈകാതെ തന്നെ തളയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്നാൽ മറ്റൊരു ആനയെ ശ്രീകുട്ടനെ ഏറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തളയ്ക്കാനായത്. കാര്യം ഈ ആന അവിടെ ഉണ്ടായിരുന്ന വയലിലേക്ക് ഓടി ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആന തളയ്ക്കാനായത്. ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. തെരഞ്ഞെടുപ്പിന് തലേദിവസം കോഴിക്കോട് വസ്ത്രങ്ങൾ പിടികൂടിയ സംഭവത്തിൽ BJP പ്രവർത്തകനെതിരെ കേസ്. തിരുവമ്പാടി സ്വദേശി കാനാട് രഘുലാലിനെതിരെയാണ് തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ വസ്ത്രം എത്തിച്ചെന്നാണ് FIR. CPIMന്റെ പരാതിയിലാണ് നടപടി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ഏത് തരത്തിലുള്ള നടപടിയാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? ക്രിസ്റ്റിന, ജനപ്രാതിനിധ്യ നിയമം ഉപയോഗിച്ചാണ് നിലവിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാനാട്ട് രഘുലാൽ എന്ന BJP പ്രവർത്തകനെതിരെയാണ് കേസ്. ഈ സംഭവം നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമാണ്. ഫ്ലൈയിങ് സ്ക്വാഡാണ് ഈ BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് വലിയ അളവിൽ തുണിത്തരങ്ങൾ പിടികൂടിയത്. പിന്നാലെ തിരുവമ്പാടി പോലീസിനെ ഈ ഫ്ലൈയിങ് സ്ക്വാഡ് വിവരമറിയിക്കുകയും ഈ വസ്ത്രങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഫ്ലൈയിങ് സ്ക്വാഡ് കോടതിയെ അറിയിക്കുകയും കോടതി നിർദ്ദേശപ്രകാരം നിലവിൽ തിരുവമ്പാടി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ FIR-ൽ പറയുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ആവശ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിനാണ് ഈ വസ്ത്രങ്ങൾ എത്തിച്ചത്. അത് വോട്ടർമാർക്ക് വിതരണം ചെയ്യുകയായിരുന്നു ഈ BJP പ്രവർത്തകൻ എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ തിരുവമ്പാടി ഉൾപ്പെടുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. നേരത്തെയും ഈ കിറ്റ് വിതരണത്തിലടക്കം BJP വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലായ ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. അതിനാൽ തന്നെ അത് ഒരു ആയുധമാക്കിക്കൊണ്ട് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം LDFന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു പരാതിയിലാണ് നിലവിൽ തിരുവമ്പാടി പോലീസ് BJP പ്രവർത്തകനായ കാനാട്ട് രഘുലാലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.